റിക്രൂട്ട്മെന്റ് വഴി സൗദിയിൽ വന്നിറങ്ങുന്ന വിദേശ തൊഴിലാളികൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് യോഗ്യതാ പരീക്ഷ ഏർപ്പെടുത്തുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ നിരുത്തരവാദപരമായി അവിദഗ്ധ തൊഴിലാളികളെ സൗദിയിലേക്ക് കയറ്റി അയക്കുന്നത് ഇതിലൂടെ ഇല്ലാതാക്കാനാവുമെന്ന് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹുമൈദാൻ പറഞ്ഞു. കൂടുതൽ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കാണ് തുടക്കത്തിൽ നിയമം ബാധകമാവുക. റിക്രൂട്ട് ചെയ്യുന്ന രാജ്യത്തെ ഏജൻസികൾ, തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നവർ, സൗദിയിലെ റിക്രൂട്ടിംഗ് ഓഫീസുകൾ എന്നിവയ്ക്ക് യോഗ്യരല്ലാത്ത ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിൽ പങ്കുണ്ടെന്ന് അൽ ഹുമൈദാൻ പറഞ്ഞു. ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് സൗദിയിലെ തൊഴിലുടമയും സ്ഥാപനങ്ങളുമാണ്. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ തുടക്കം മുതൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാനും ഇത് കാരണമാവുന്നു. അതിനാൽ സൗദിയിലെത്തുന്ന തൊഴിലാളി റിക്രൂട്ട് ചെയ്ത ജോലിക്ക് യോഗ്യനാണോ എന്ന് പരിശോധിക്കുകയും അയോഗ്യരെ തിരിച്ചയക്കുകയും ചെയ്യാനാണ് തൊഴിൽ മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്. തൊഴിലാളികൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരല്ല എന്നുറപ്പുവരുത്താൻ സുരക്ഷാ പരിശോധനയും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലുടമയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിൽ പ്രശ്നങ്ങൾ കുറയ്ക്കാനും യോഗ്യതാ പരിശോധന അനിവാര്യമാണെന്ന് ലേബർ കമ്മിറ്റി ഏകോപന സമിതി മേധാവി നിദാൽ റിദ്വാൻ പറഞ്ഞു. നിർണിത യോഗ്യതയുള്ള തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്ത് വിദേശ ഏജൻസികളെ ഏൽപ്പിച്ച സാഹചര്യത്തിൽ പോലും അയോഗ്യരായ തൊഴിലാളികളെ കയറ്റിയച്ച് തൊഴിലുടമയെ കബളിക്കുന്ന അനുഭവം നിരവധിയുണ്ടെന്ന് റിയാദ് ചേംബറിലെ മാനവശേഷി സമിതി മേധാവി മൻസൂർ അഷത്രി പറഞ്ഞു. തൊഴിൽ മന്ത്രാലയത്തിന്റെ നിബന്ധനകളും നിതാക്കാത്ത് വ്യവസ്ഥയും പൂർത്തിയാക്കി സാമ്പത്തിക ചെലവ് വഹിച്ച് വിസ സമ്പാദിക്കുന്ന സ്ഥാപന ഉടമകളെ ഇത്തരത്തിൽ കബളിപ്പിക്കുന്നത് വിദേശ റിക്രൂട്ടിംഗ് ഏജൻസികളാണെന്നും അഷത്രി ആരോപിച്ചു. മീഡിയ 1 റിയാദ്. കുവൈത്തിൽ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ സാമൂഹിക തൊഴിൽക്കാര്യ മന്ത്രാലയത്തിന്റെ കരട് പ്രമേയം, വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ ചേർന്ന് തയ്യാറാക്കിയ പ്രമേയം അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കും. ദുരിതബാധിതരെ സഹായിക്കുന്നതിനും സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി നൂറുകണക്കിന് സംഘടനകളാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന പല സംഘടനകളുടെയും വിദേശ ശാഖകൾ അനധികൃത പണപ്പിരിവിൽ ഏർപ്പെടുന്നതായ വാർത്തകൾ അധികൃതർക്ക് തലവേദനയാകുന്നുണ്ട്. രാജ്യത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന പണം തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തുന്നതായ ആരോപണവും ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് ഇക്കാര്യത്തിൽ ക്രോഡീകരണം വരുത്താൻ സാമൂഹ്യക്ഷേമ മന്ത്രാലയം ഒരുങ്ങുന്നത്. പുതിയ കരട് പ്രമേയം സന്നദ്ധ സംഘടനകളെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും മതപരമായ കാര്യങ്ങളിൽ തർക്കത്തിലേർപ്പെടുന്നതിനും വിലക്കുന്നുണ്ട്. വിഭാഗീയതയും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുമുണ്ടാക്കുന്ന സംഘടനകളെ പ്രത്യേകം നിരീക്ഷിക്കുകയും അവയുടെ അനുമതി പിൻവലിക്കുകയും ചെയ്യും. ഏതെങ്കിലും സന്നദ്ധ സംഘടന പ്രവർത്തനവും ലക്ഷ്യവും വിപുലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മന്ത്രാലയത്തെ അറിയിച്ച് പ്രത്യേക അനുവാദം വാങ്ങണം. ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമായിരിക്കണം രാജ്യത്തിന് പുറത്തേക്കുള്ള സഹായങ്ങൾ അയക്കേണ്ടത്. വിദേശ രാജ്യങ്ങൾ സേവന മേഖലയാക്കിയ സംഘടനകൾക്ക് അതത് രാജ്യങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങാൻ അവകാശമുണ്ടായിരിക്കും തുടങ്ങിയവയാണ് കരട് പ്രമേയത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ. മീഡിയ 1 കുവൈറ്റ് സിറ്റി. വ്യാജ യാത്രാരേഖകൾ ഉപയോഗിച്ച് കുവൈത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിന് 3000-ഓളം വിദേശികളാണ് പിടിയിലായത്. കുവൈറ്റ് ജനറൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഈ കണക്ക് പുറത്തുവിട്ടത്. വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്തെ വിവിധ പ്രവേശന കവാടങ്ങൾ വഴി വ്യാജ പാസ്പോർട്ടുകളിൽ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച് പിടിയിലായ വിദേശികളുടെ കണക്കാണ് അധികൃതർ പുറത്തുവിട്ടത്. വ്യോമമാർഗമാണ് കൂടുതൽ പേർ അനധികൃതമായി കടക്കാൻ ശ്രമിച്ചത്. 2900 വിദേശികളാണ് ഒരു വർഷത്തിനിടെ കുവൈത്ത് വിമാനത്താവളത്തിൽ വെച്ച് വ്യാജ പാസ്പോർട്ടിന്റെ പേരിൽ പിടിയിലായത്. ബാക്കി 100 പേർ കടൽ വഴിയും കരമാർഗവും കുവൈത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചവരാണ്. വിമാനത്താവളം വഴി അനധികൃത മാർഗത്തിലൂടെ കടക്കാൻ ശ്രമിച്ചവരിൽ കൂടുതലും ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. നാടുകടത്തപ്പെട്ടവർ വീണ്ടും എത്തുന്നത് കണ്ടെത്താൻ 2011 ഏപ്രിൽ മുതലാണ് വിമാനത്താവളം, തുറമുഖങ്ങൾ, അതിർത്തി ചെക്ക് പോസ്റ്റുകൾ എന്നിവിടങ്ങളിൽ വിരലടയാള പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയത്. വിവിധ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട് നാടുകടത്തുന്നവർ മറ്റുള്ളവരുടെ പാസ്പോർട്ടുകളിൽ തങ്ങളുടെ ഫോട്ടോ മാറ്റിപ്പതിച്ച് തിരിച്ചെത്തുന്ന രീതി ഇല്ലാതാക്കാൻ ഇതുവഴി സാധിച്ചതായാണ് അധികൃതർ അവകാശപ്പെടുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. മദീനയിലെ ഹറം വികസനത്തിന്റെ ഭാഗമായി മുഹമ്മദ് നബിയുടെ ഖബറടങ്ങുന്ന റൗള ഷെരീഫ് സ്ഥലം മാറ്റുന്നുവെന്ന പാശ്ചാത്യ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് OIC. അധികൃതരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നിർദ്ദേശമോ ആലോചനയോ ഉണ്ടായിട്ടില്ലെന്നും OICക്ക് കീഴിലെ ഇസ്ലാമിക വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന അറിയിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഭൗതികാവശിഷ്ടങ്ങൾ നിലവിലെ ഖബറിടത്തിൽ നിന്ന് മാറ്റി മദീനയിലെ തന്നെ ജന്നാത്തുൽ ബഖീ ശ്മശാനത്തിലേക്ക് മാറ്റാൻ ശുപാർശ ലഭിച്ചു എന്നായിരുന്നു ബ്രിട്ടീഷ് പത്രമായ ഇൻഡിപെൻഡന്റിലെ വാർത്ത. ഹറം വികസനവുമായി ബന്ധപ്പെട്ട് ഇമാം സൗദ് സർവകലാശാലയിലെ ഡോക്ടർ അലി ബിൻ അബ്ദുൽ അസീസ് അഷ്ബൽ എന്ന ഗവേഷകനാണ് ഇത്തരമൊരു ശുപാർശ നൽകിയതെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ അത് ഗവേഷകന്റെ അഭിപ്രായം മാത്രമാണെന്നും ഇത്തരമൊരു ശുപാർശ സൗദി ഭരണകൂടത്തിന്റെ മുമ്പിലില്ലെന്നും ഇസസ്കോ അറിയിച്ചു. ഒരു ഗവേഷകന്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനത്തെ ശുപാർശയായി അവതരിപ്പിക്കുന്നത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സൗദി ഭരണകൂടത്തിനുമെതിരെ മെനയുന്ന ഗൂഢാലോചനയാണെന്ന് ഇസസ്കോ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. സാമ്രാജ്യത്വ സയനിസ്റ്റ് കൂട്ടുകെട്ടിന്റെ നീചമായ ശ്രമമാണിത്. ഗവേഷകന്റെ അഭിപ്രായത്തിനെതിരെ നിലവിൽ തന്നെ വിയോജനക്കുറിപ്പുകൾ വന്നുകഴിഞ്ഞു. ലോക മുസ്ലിങ്ങൾ ഈ പ്രചാരണങ്ങളിൽ വീണുപോകരുത്. പ്രവാചകന്റെ ഖബറിടം നിലവിലെ സ്ഥാനത്തു തന്നെ എന്നെന്നും നിലനിൽക്കും. ഗുരുതരമായ ആരോപണത്തിന്റെ പേരിൽ പത്രത്തിനും ലേഖകനുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് സംഘടന സൗദി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. മീഡിയ 1 ജിദ്ദ.
ഹജ്ജ് നിയമങ്ങൾ ലംഘിച്ച് പുണ്യസ്ഥലത്തേക്ക് ആളുകളെ കടത്തുന്നത് തടയാൻ ശക്തമായ നിരീക്ഷണം നടത്തുമെന്ന് പാസ്പോർട്ട് വകുപ്പ് ഹജ്ജ് സേനാ മേധാവി കേണൽ ആയിദ് അൽ ഹർബി പറഞ്ഞു. പരിശീലനം ലഭിച്ച വനിതകളെയും ഇത്തവണ പരിശോധനയ്ക്കായി നിയമിക്കും. ഹജ്ജ് അനുമതി പത്രമില്ലാത്തവരെ മക്കയിലേക്ക് കടത്തുന്നതിന് സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മക്കയിൽ വെച്ച് പിടിക്കപ്പെട്ടാൽ വിരലടയാളം രേഖപ്പെടുത്തുകയും ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യും. വിദേശിയാണെങ്കിൽ നാട് കടത്തുകയും 10 വർഷത്തേക്ക് സൗദിയിൽ പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്യും. സ്വദേശിക്ക് 1 വർഷത്തെ ജയിൽ ശിക്ഷ ലഭിക്കും. UAEയിൽ ഹജ്ജ് തീർത്ഥാടകർക്കുള്ള നിർബന്ധിത കുത്തിവയ്പ്പിനായി 34 കേന്ദ്രങ്ങൾ സജ്ജമായി. തീർത്ഥാടകർ യാത്രയ്ക്ക് 2 ആഴ്ച മുൻപ് കേന്ദ്രങ്ങളിലെത്തി കുത്തിവയ്പ്പെടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടകർക്കുള്ള നിർബന്ധിത കുത്തിവയ്പ്പിനായി രാജ്യത്ത് 34 കേന്ദ്രങ്ങൾ ഒരുക്കിയതായി ആംബുലേറ്ററി ഹെൽത്ത് കെയർ സർവീസ് അറിയിച്ചു. അബുദാബിയിൽ 5ഉം കിഴക്ക് മേഖലയിൽ 21ഉം മധ്യമേഖലയിൽ 8 എന്നിങ്ങനെയാണ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. തിക്ക ഇൻഷുറൻസ് കാർഡുള്ള സ്വദേശികൾക്കും വിദേശികൾക്കുമാണ് ഇവിടെ കുത്തിവയ്പ്പെടുക്കുക. 9 മാസത്തിനും 54 വയസ്സിനുമിടയിലുള്ളവർക്കാണ് തിക്ക ഇൻഷുറൻസ് കാർഡ് ലഭിക്കുക. തിക്ക കാർഡ് ഇല്ലാത്തവർക്ക് അൽഹായർ, സ്വിഹാൻ, അൽകുവ ഹെൽത്ത് കെയർ സെന്ററുകളിൽ കുത്തിവയ്പ്പ് ലഭ്യമാണ്. തീർത്ഥാടകർ യാത്രയ്ക്ക് 2 ആഴ്ച മുമ്പ് കേന്ദ്രത്തിലെത്തി കുത്തിവയ്പ്പെടുക്കണം. അബുദാബിയിൽ അൽബത്തീൻ, അൽ റൗദ, അൽ സഫ്രാന ഹെൽത്ത് കെയർ സെന്ററുകളിലും കുത്തിവയ്പ്പെടുക്കാം. ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് കുത്തിവയ്പ്പ് എടുക്കേണ്ടത്. ഇങ്ങനെ വിവിധ സമയങ്ങളിലാണ് വിവിധ കേന്ദ്രങ്ങളിൽ കുത്തിവയ്പ്പ് എടുക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. 55 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് തിക്ക ഇൻഷുറൻസ് കാർഡ് തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ലഭ്യമാണെന്നും അധികൃതർ പറഞ്ഞു. മീഡിയ 1 അബുദാബി. അന്താരാഷ്ട്ര മാനുഷിക നേതാവ് എന്ന വിശേഷണം ലഭിച്ച കുവൈത്ത് അമീറിനെ ഈ മാസം UN ആസ്ഥാനത്ത് ആദരിക്കും. അമീറിന് ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ആദരം ചരിത്രമാണെന്ന് കുവൈത്ത് പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിച്ചതിനാണ് ഐക്യരാഷ്ട്രസഭ കുവൈത്ത് അമീർ ഷെയ്ഖ് സബ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിനെ ആദരിക്കുന്നത്. സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ അമീറിന് അന്താരാഷ്ട്ര മാനുഷിക നേതാവ് എന്നും കുവൈത്തിന് അന്താരാഷ്ട്ര മാനുഷിക കേന്ദ്രം എന്നുമുള്ള വിശേഷണമാണ് ലഭിക്കുന്നത്. മാനുഷിക നേതാവായി അമീറിനെ തെരഞ്ഞെടുത്തതിലൂടെ ലോകത്തുടനീളം കുവൈത്ത് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണെന്നും ഏറെ സന്തോഷിക്കുന്നതായും കുവൈത്ത് വാർത്താവിതരണ മന്ത്രി ഷെയ്ഖ് സൽമാൻ അൽ ഹമൂദ് അൽ സബാഹ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുവൈത്ത് അമീറിനും ജനങ്ങൾക്കുമുള്ള അംഗീകാരമാണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കുവൈത്തിന്റെ സഹായങ്ങളിലൂടെ സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ആഫ്രിക്കയിൽ പടരുന്ന എബോള വൈറസിനെ പ്രതിരോധിക്കാനായി അമീറിന്റെ രക്ഷാകർത്തൃത്വത്തിലുള്ള സംഘടനകൾ $50 ലക്ഷം സഹായം നൽകിയ കാര്യവും മന്ത്രി എടുത്തു പറഞ്ഞു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. മസ്കത്ത് വിമാനത്താവളത്തിൽ പ്രവാസി തൊഴിലാളികളുടെ യാത്രയ്ക്ക് പുതിയ നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തുന്നു. സ്പോൺസർമാരുടെ തട്ടിപ്പിനിരയായ തൊഴിലാളികൾ പലപ്പോഴും എയർപോർട്ടിൽ കുടുങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഒമാൻ എയർപോർട്ട് മാനേജ്മെന്റ് കമ്പനിയുടെ കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര യോഗമാണ് തൊഴിലാളികളെ വിമാനത്താവളം വഴി കയറ്റി അയക്കുന്നതിനും കൊണ്ടുവരുന്നതിനും പുതിയ നടപടിക്രമങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. തീരുമാനങ്ങൾ എന്താണെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ഇത് പിന്നീട് ലഘുലേഖയായി പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യും. ദിവസങ്ങൾക്ക് മുമ്പ് സ്പോൺസർ നാട്ടിലേക്ക് കയറ്റി അയച്ച വീട്ടുജോലിക്കാരി 5 ദിവസത്തിലകം എയർപോർട്ടിൽ അലഞ്ഞുതിരിഞ്ഞ സംഭവമാണ് പുതിയ ക്രമീകരണം ചർച്ച ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ചില സ്പോൺസർമാർ തൊഴിലാളികൾക്ക് വ്യാജ ടിക്കറ്റ് നൽകി കൊടുക്കുന്നതും ആനുകൂല്യം നൽകാതെ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ചു പോകുന്നതും പതിവാണ്. ശമ്പള കുടിശ്ശിക കിട്ടാത്തതിൻ്റെ പേരിൽ വിമാനത്തിൽ കയറാതെ തൊഴിലാളി വിമാനത്താവളത്തിൽ കുത്തിയിരിപ്പ് നടത്തിയ സംഭവം അരങ്ങേറി. ഇത് വൻ തലവേദനയായി മാറുന്ന സാഹചര്യമാണ് ക്രമീകരണങ്ങൾ കൊണ്ടുവരാൻ വിമാനത്താവള അധികൃതരെ പ്രേരിപ്പിക്കുന്നത്. ഷിനോഷ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. രാജ്യത്തിന് പുറത്ത് ആയുധ പരിശീലനം നടത്തിയവർക്ക് സൗദിയിൽ വീണ്ടും തടവ് ശിക്ഷ. രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായി ആയുധ പരിശീലനം നടത്തിയ 4 പേർക്കാണ് റിയാദ് ക്രിമിനൽ കോടതി തടവും പിഴയും വിധിച്ചത്. 1-ാം പ്രതിക്ക് 5 വർഷവും 2-ാം പ്രതിക്ക് 6 വർഷവും 3-ാം പ്രതിക്ക് 3 വർഷവും 4-ാം പ്രതിക്ക് 2 വർഷത്തെ തടവുമാണ് ശിക്ഷ. ഇതോടൊപ്പം 4 പേർക്കും 5000 റിയാൽ പിഴയും വിധിച്ചു. 30 ദിവസത്തിനകം അപ്പീൽ നൽകാനും കോടതി അനുവദിച്ചിട്ടുണ്ട്. അപ്പീൽ സമർപ്പിച്ചില്ലെങ്കിൽ അന്തിമ വിധിക്കായി പുനർവിചാരണ നടത്തും. കുവൈറ്റ് സെന്റ് ജെയിംസ് മാർത്തോമ യുവജന സഖ്യം സംഘടിപ്പിക്കുന്ന ഓണത്തനിമ 2014 നാളെ വൈകുന്നേരം 5:30 സാൽമിയ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ നടക്കും. മാർത്തോമ സഭ മുംബൈ ഭദ്രാസനാധിപൻ റവറൻ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കലാകായിക മത്സരങ്ങളും ഓണവിരുന്നും ഉണ്ടായിരിക്കും. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അൽ മദ്രസത്തുൽ ഇസ്ലാമിയ വേനൽ അവധിക്ക് ശേഷം സെപ്റ്റംബർ 6 തുറക്കും. സബാഹിയ ദാറുൽ ഖുറാൻ, ഫർവാനിയ ദാറുൽ ഖുറാൻ, ഹവല്ലി മദ്രസ തൗഹീദ്, അബ്ബാസിയ ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിൽ മജ്ലിസ് താലീമുൽ ഇസ്ലാമിയുടെ സിലബസോടെ പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള പഠന സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ശനിയാഴ്ചകളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പ്രവർത്തനം. സാൽമിയ, ഖൈത്താൻ എന്നിവിടങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം മദ്രസകളും പ്രവർത്തിക്കുന്നുണ്ട്. കുവൈത്തിന്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും
വാഹന സൗകര്യം ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു. വടക്കൻ കൊറിയയിലെ അനാഥർക്കായി കുവൈത്തിന്റെ $2.25 ലക്ഷം സഹായം. ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പദ്ധതിയിലേക്ക് കുവൈത്ത് $2.25 ലക്ഷം സംഭാവന നൽകി. ഇറ്റലിയിലെ കുവൈത്ത് അംബാസഡർ ഷെയ്ഖ് അലി അൽ ഖാലിദ് അൽ സബാഹ് ലോക ഭക്ഷ്യപദ്ധതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എർത്തിരിൻ കസിന് സഹായധനം കൈമാറി. UN ഭക്ഷ്യപദ്ധതിയുമായുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് കുവൈത്ത് അംബാസഡർ പറഞ്ഞു. ഇതോടെ പദ്ധതിയിലേക്കുള്ള കുവൈത്തിന്റെ സഹായം $79.5 ദശലക്ഷം ആയി. അബുദാബിയിൽ സുഹൃത്തിന്റെ വിസ കാലാവധി സംബന്ധിച്ച് അന്വേഷണം നടത്തിയ മലയാളി യുവാവ് നിയമക്കുരുക്കിൽ കഴിയുന്നു. കണ്ണൂർ സ്വദേശിയായ ലിയോയാണ് നിരപരാധിയായിട്ടും നിയമക്കുരുക്കിൽ പെട്ടത്. സുഹൃത്തിന്റെ വിസ കാലാവധി സംബന്ധിച്ച് അന്വേഷണം നടത്തിയ കണ്ണൂർ സ്വദേശി പടിഞ്ഞാറേമഠത്തിൽ ലിയോയാണ് നിയമക്കുരുക്കിലായത്. അബുദാബിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ പേരിലുള്ള വിസ വ്യാജമാണെന്ന് കണ്ടതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ യുവാവിനെ കമ്പനി അധികൃതർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. രാമഭദ്രൻ എന്നയാളുടെ വിസ അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു സുഹൃത്താണ് ലിയോക്ക് അയച്ചു കൊടുത്തത്. വിസയുടെ കാലാവധി കഴിയാറായിട്ടും കമ്പനിയിൽ നിന്ന് യാത്രാ ടിക്കറ്റോ മറ്റ് അറിയിപ്പുകളോ വരാത്തതിനെ തുടർന്നാണ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏജന്റ് മുഖേനയാണ് ലിയോക്ക് വ്യാജ വിസ ലഭിച്ചതെന്ന് സൂചനയുണ്ട്. വിനീത് ഉണ്ണികൃഷ്ണൻ എന്നയാളാണ് വിസ നൽകിയതെന്നും പകരം 35,000 രൂപ ഈടാക്കിയെന്നും പറയപ്പെടുന്നു. മാർച്ച് 30 ദുബായിൽ നിന്ന് അച്ചടിച്ചതെന്ന നിലയിലാണ് വിസയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. താമസ കുടിയേറ്റ വിദേശകാര്യ വകുപ്പിന്റെ മുദ്രയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒപ്പും വിസയിലുണ്ട്. യുവാവിനെ വ്യാജ വിസ റാക്കറ്റിന്റെ ഭാഗമാണ് എന്ന സംശയത്തിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. ജാമ്യവ്യവസ്ഥയിൽ പുറത്തിറങ്ങിയ അദ്ദേഹം നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണിപ്പോൾ. മീഡിയ 1 അബുദാബി. അനുമതിയില്ലാതെ നിർമ്മിച്ചത് എന്നാരോപിച്ച് അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേന പാൽ സംസ്കരണ ഫാക്ടറി തകർത്തു. വെസ്റ്റ് ബാങ്കിലെ അൽ റയ്യാൻ പാൽ സംസ്കരണ ഫാക്ടറിയാണ് ഇസ്രായേൽ സേന ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തത്. ഹമാസുമായി ഫാക്ടറിക്ക് ബന്ധമുണ്ടെന്നും ഇസ്രായേൽ ആരോപിച്ചു. വെസ്റ്റ് ബാങ്കിലെ പാലും തൈരും മറ്റ് പാലുൽപ്പന്നങ്ങളും നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന അൽ റയ്യാൻ ഡയറി ഫാക്ടറിയാണ് ഇസ്രായേൽ സേന ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തത്. ഹെബ്രോണിലെ ഇസ്ലാമിക ചാരിറ്റി സൊസൈറ്റിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഫാക്ടറി. ഇസ്രായേൽ നടപടിയെ ശക്തമായി അപലപിച്ച ഫാക്ടറി ഡയറക്ടർ മാമൂർ റഷീദ് സംഭവം ഇസ്രായേലിന്റെ പ്രതികാര ബുദ്ധിയാണ് കാണിക്കുന്നതെന്നും ആരോപിച്ചു. التي تعتاش من هذا المصنع والانتقام من الايتام مصدر رزق الايتام اللي بيعتاشوا برضه من هذا المصنع. ഡയറി പ്ലാന്റ് തകർത്തതായി അറിയിച്ച ഇസ്രായേൽ സേന ഭീകര സംഘടനകളുമായി ബന്ധമുള്ള പാലുൽപ്പന്നങ്ങളായിരുന്നു ഫാക്ടറി ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. يدعون الجوانب التنظيمية وفي المرة الثانية عندما ردوا علينا بالنسبة للمصادرات قالوا هذه أموال تابعة لحماس ونحن يوجد قرار بتحويلها إلى خزينات. അതേസമയം ഭീകരവാദികളുമായി ബന്ധമുള്ള ഫാക്ടറി എന്ന വാദത്തെ പരിഹസിച്ച ഫാക്ടറി പ്രതിനിധി ഭീകരവാദികളുമായി ബന്ധമുള്ളതാണോ അനുമതിയില്ലാത്തതാണോ കെട്ടിടം തകർക്കാൻ കാരണമെന്നും ചോദിച്ചു. هذا اليوم قدمت الترسانة العسكرية الإجرامية الاحتلالية إلى شركة الريان التابعة للجمعية الخيرية الإسلامية وحطمت كل شيء فيها ودمرتها تدميرا كاملا شاملا في كل مقوماتها ومحتوياتها. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഫലസ്തീനിൽ പുതിയ ഗാനം പുറത്തിറങ്ങി. ഫലസ്തീനിലെ ഒരു കൂട്ടം കലാകാരന്മാരാണ് ഈ ഗാനത്തിന് പിറകിൽ. അറബ് ഐഡോൾ സംഗീത പരിപാടിയിലെ ജേതാവ് മുഹമ്മദ് അസഫ് ഉൾപ്പെടെ 6 കലാകാരന്മാരാണ് ഈ ഗാനത്തിന് പിന്നിൽ. ഓപ്പറേറ്റ് ഗസ എന്നാണ് വീഡിയോയ്ക്ക് നൽകിയ പേര്. വീഡിയോ ചിത്രീകരിച്ചതാകട്ടെ വെസ്റ്റ് ബാങ്കിലെ രമല്ലയിലും. ഗസയുടെ ദുരിത ജീവിതമാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗായകൻ മുഹമ്മദ് അസാഫും വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭയാർത്ഥിയായി തന്നെയാണ് അസാഫ് വീഡിയോയിൽ അഭിനയിക്കുന്നത്. صمود شعبنا الفلسطيني في غزة خلانا انه بالفعل ان نشعر بالفخر لهذا الصمود صمود الأطفال. 2004 സൂപ്പർ സ്റ്റാർ മത്സരത്തിലെ വിജയി അമർ ഹസനാണ് ഗായക സംഘത്തിലെ മറ്റൊരാൾ. മുഹമ്മദ് അയ്യാദിന്റേതാണ് വരികൾ. ومخرج العمل الفلسطيني والذي وضع الموسيقى والتوزيع فلسطيني والذي صور فلسطيني والذي قام بالمونتاج هذا عمل فلسطيني بامتياز. ഗസയിലെ രക്തസാക്ഷികൾക്കും ഗസയോടൊപ്പം നിന്ന ലോക ജനതയ്ക്കുമുള്ള അഭിവാദ്യമാണ് വീഡിയോ എന്നാണ് ഗായക സംഘത്തിലെ മറ്റൊരാളായ ലിയാണ്ടർ ബസ്ലാമിത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മീഡിയ.